ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. നിങ്ങൾക്ക് ഇനാവ് കണ്ട പെരുന്നാൾ കുപ്പായവുമായി ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇനി കുടുംബത്തിന് മുഴുവൻ പുത്തനെടുപ്പ് വാങ്ങാം, കുടുംബ ബഡ്ജറ്റിൽ കവിയാതെ തന്നെ. വടക്കാഞ്ചേരി നഗരസഭയുടെ അനാസ്ഥ, പ്രദേശവാസികൾ ദുരിതത്തിൽ. പഴയ പാർലിക്കാട് മീണാലൂർ റോഡിൽ റോഡരികിൽ നിന്നിരുന്ന പാഴ്മരങ്ങൾ നഗരസഭ മുറിച്ചിട്ടിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും നീക്കം ചെയ്യാത്തതിൽ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ്. മുറിച്ചിട്ട മരങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടതിനെ തുടർന്ന് പ്രദേശം മുഴുവൻ ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് പ്രദേശവാസിയും കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള ജില്ലാ പ്രസിഡന്റ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഈ മറ്റേ റോഡിൻ്റെ സൈഡിലേക്കുള്ള മരം മുറിച്ചിട്ടിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി. നഗരസഭയുടെ പറയുന്ന ഒരു അനാസ്ഥ മൂലം ഇവിടെ ഈ മരങ്ങളുടെ മുറിച്ചിട്ടതുകൊണ്ട് ഉഗ്രവിഷമുള്ള ഇഴജന്തുക്കളുടെയും എല്ലാം ഒരു ആവാസ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഇതിലെ സ്ഥിരം നടന്നു പോകുന്ന ആളുകളുണ്ട്. രാത്രിയായാലും നേരം പുലർച്ചെ നടക്കാൻ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ താമസിക്കുന്ന വീടുകളിൽ നിരന്തരം നിത്യേന എന്ന് പറയുന്ന മാതിരി ഈ പാമ്പുകൾ തെല്ലിക്കൊല്ലുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നടക്കുന്നത്. പല പ്രാവശ്യം നഗരസഭയുടെ ആളുകൾ ബന്ധപ്പെട്ട അധികാരികളോട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവിടുന്ന് മാറ്റിത്തരുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക്, ഇതിലെ നടക്കുന്ന ആളുകൾക്കും പ്രശ്നമായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ വണ്ടികൾക്ക് സൈഡ് കൊടുക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഈ മരങ്ങൾ ഇവിടുന്ന് മാറ്റി ഇവിടുന്ന് ഈ സ്ഥലം യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ആക്കിത്തരണം എന്ന് വിനീതമായിട്ട് ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടാണ് നഗരസഭയിൽ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന വിഷയം. നിരന്തരം, അതായത് ഉഗ്രവിഷമുള്ള പാമ്പുകളാണ് ഇതിനുള്ളിൽ കിടക്കുന്നത്. തീർച്ചയായും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അവർക്കിപ്പോൾ ഇവിടെ ഒരു വളരെ സുരക്ഷിതമായിട്ടൊരു ആവാസ കേന്ദ്രമായിട്ട് മാറുകയാണ്. ഇപ്പോൾ അറിയാലോ, ചൂടൊക്കെ നല്ല ചൂടാണ്. ഇഴജന്തുക്കളൊക്കെ പുറത്തിറങ്ങി നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ കൂടുതൽ വിഷമഘട്ടത്തിലേക്ക് പോകാതിരിക്കാൻ ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റിത്തരണം എന്ന് ഞങ്ങൾ നഗരസഭയോട് അഭ്യർത്ഥിക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നഗരസഭ അധികൃതർക്ക് പരാതികൾ നൽകിയെങ്കിലും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികളും പറയുന്നു. മുറിച്ചിട്ട മരങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടതിനെ തുടർന്ന് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായും രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ മരക്കൂട്ടത്തിൽ തട്ടി അപകടങ്ങൾ ഉണ്ടാകുന്നതും നിത്യസംഭവമാണെന്ന് വാഹനങ്ങളിലെ ഡ്രൈവർമാരും പറയുന്നു. എത്രയും പെട്ടെന്ന് വിഷയത്തിൽ നഗരസഭ അധികൃതർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്ന് പ്രദേശവാസികളായ ഉണ്ണികൃഷ്ണൻ നമ്പ്രത്ത്, ചന്ദ്രൻ പറങ്ങനാട്ട്, പി സജീവൻ, ജെയിംസ് വടക്കൂടൻ, ജോളി വടക്കൂടൻ എന്നിവർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.